നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ അദീല അബ്ദുള്ള വിലയിരുത്തി. ഇലക്ടറൽ ഓഫീസർ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തിയത് ജില്ലയിലെ ഏക വോട്ടെണ്ണൽ കേന്ദ്രമായ ഏകലവ്യ MRS സ്കൂളിലെത്തി. കോൺഗ്രസ് ഗുണ്ടകൾ വകവരുത്തിയ CPM പ്രവർത്തകനായ അയ്യപ്പദാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ആരെയും പാർട്ടി വെറുതെ വിട്ടിട്ടില്ലെന്ന് ഉടുമ്പൻചോല MLA M. മണി. അടിച്ചതിന് തിരിച്ചടിച്ചു തന്നെയാണ് ഇടുക്കിയിൽ പാർട്ടി വളർന്നിട്ടുള്ളതെന്നും M. മണി. ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ചാ ബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ. തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുകയും പലിശയും തിരികെ നൽകുന്നില്ലെന്ന് പരാതി. കുട്ടികളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ കിട്ടാതായതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ അദീല അബ്ദുള്ള വിലയിരുത്തി. ജില്ലയിലെ ഏക വോട്ടെണ്ണൽ കേന്ദ്രമായ ഏകലവ്യ MRS സ്കൂളിലെത്തിയാണ് അവർ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തിയത്. ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയുമായ ഷീബ ജോർജ്, SP TK വിഷ്ണു പ്രദീപ്, സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ S. നായർ, VMJ കൃഷ്ണൻ, ASP B. കൃഷ്ണകുമാർ, മൂവാറ്റുപുഴ RDO ഷൈജു P. ജേക്കബ്, തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO. അരുൺ, മറ്റുദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് ഗുണ്ടകൾ വകവരുത്തിയ CPM പ്രവർത്തകനായ അയ്യപ്പദാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ആരെയും പാർട്ടി വെറുതെ വിട്ടിട്ടില്ലെന്ന് ഉടുമ്പൻചോല MLA M. മണി. അടിച്ചതിന് തിരിച്ചടിച്ചു തന്നെയാണ് ഇടുക്കിയിൽ പാർട്ടി വളർന്നിട്ടുള്ളത്. അയ്യപ്പദാസിന്റെ 21ാമത് രക്തസാക്ഷിത്വ ദിനാചരണം വണ്ടിപ്പെരിയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളീയം, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട സർക്കാരിനെയും നിഷ്ഠൂരമായി വകവരുത്തിയ കൊല ചെയ്ത ഒരാളെയും നമ്മൾ വെറുതെ വിട്ടില്ല എന്ന കാര്യം അയ്യപ്പദാസിന്റെ പിന്തുണക്കാരായ നമുക്ക് അഭിമാനത്തോടുകൂടി ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ നേതൃത്വത്തിൽ ചോദിക്കാൻ. ആ നിലയിൽ സംഘടിതമായി ഇത് നേരിടുകയും ഇടുക്കി ജില്ലയിലും പീരുമേട് താലൂക്കിലെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനവും അയ്യപ്പദാസിന്റെ വീരസ്മരണയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം ഊർജിതപ്പെടുത്തി ഏറ്റവും വലിയ പ്രബല ശക്തിയായി ഈ ജില്ലയിൽ മാറി എന്ന കാര്യം ഞാൻ അവസരപ്പെടുത്തുകയാണ്. കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ. ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ചാ ബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക, ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജും കർഷകർക്ക് സഹായ പദ്ധതികളും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. പുറ്റടി വില്ലേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കർഷക മാർച്ച് ടൗൺ ചുറ്റി സ്പൈസസ് പാർക്കിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് തോമസ് രാജൻ പറഞ്ഞു. കേന്ദ്ര നിയമം വിധിക്കുന്നത് കൊണ്ട് ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കാൻ നിയമം. എന്താ കേന്ദ്ര നിയമം? കേന്ദ്ര നിയമത്തിൽ പറയുന്നത് പച്ചപ്പുണ്ടാകാൻ പാടില്ല, തകർന്ന് മൊത്തം തരിശ് ഭൂമിയായി, വെയിലുണ്ടായി തരിശ് ഭൂമിയാകണമെന്നാണ്. ഇടുക്കി പോലൊരു ജില്ല, ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഏലത്തോട്ടങ്ങൾ നമുക്കറിയാം. ഏലത്തോട്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ വൻ വൃക്ഷങ്ങളുടെ മരങ്ങളുടെ ഇടയിൽ കഴിയുന്നത്. അവിടെയൊക്കെ പച്ചപ്പിനൊരു കുറവുമില്ല. അതുകൊണ്ട് തകർന്നു പോയി ഏലത്തോട്ടങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഒരു പദ്ധതിയുമില്ല എന്ന് പറയുന്ന നാണം കെട്ട മന്ത്രിമാരും ഭരണാധികാരികളുമാണ് കേരളത്തിന്റെ മണ്ണിൽ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സൈനികന്മാരെ, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരമുഖങ്ങളിലേക്ക് കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ കടന്നു വരേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ
ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളോ എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഈ അവസരം ഞാൻ ആഗ്രഹിക്കുകയാണ്. നേതാക്കളായ ജോസ് മുത്തനാട്ട, ടോമി പാലക്കൽ, ബി ശശിധരൻ നായർ, രാജാ മാട്ടുകാരൻ, അജയ് കളത്തുകുന്നേൽ, ജോയി വർഗീസ്, ബാബു അത്തിമൂട്ടിൽ, ജോസ് ആനക്കല്ലിൽ, അജി കീഴ്വാറ്റ, പി എ വർക്കി, ടോമി തെങ്ങുംപള്ളി, എം പി ഫിലിപ്പ്, ജോയി കുന്നുവിളയിൽ, ഷൈനി റോയി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപ തുകയും പലിശയും തിരികെ നൽകുന്നില്ലെന്ന് പരാതി. കുട്ടികളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ കിട്ടാതായതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതായി മുൻപും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ബാങ്കിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച നിരവധി പേർക്ക് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത് പലതവണ ചർച്ചയുമായി. എന്നാൽ സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടവർക്ക് പോലും പണം നൽകുന്നില്ലെന്നാണ് പരാതി. 50,000 രൂപ മുതൽ 5 ലക്ഷവും 20 ലക്ഷം രൂപ വരെയും നിക്ഷേപിച്ചവർക്ക് പണം ലഭിക്കാനുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു. നമ്മള് ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഭാവിയിലേക്ക് ഒരു ആവശ്യത്തിന് ഉതകുന്ന ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത്. അത് സമയത്ത് ലഭിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നിക്ഷേപകർക്ക് വളരെയധികം പ്രയാസമുണ്ടാകുന്നൊരു കാര്യമാണ്. ബാങ്കിൻ്റെ ഇന്നത്തെ പോക്ക് നമുക്ക് സഹകാരികൾക്കൊട്ടും ആശാവഹമായിട്ടുള്ളൊരു കാര്യമല്ല. നിക്ഷേപങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം തിരികെ കൊടുക്കാനുണ്ട്. ജീവനക്കാർ പറയുന്ന ഇതാണ്, ഞങ്ങൾ ഈ നിക്ഷേപം എടുത്ത് വായ്പ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്, വായ്പകൾ തിരികെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം വായ്പകൾ തിരികെ വരാനുള്ള നടപടി സ്വീകരിച്ച് നിക്ഷേപകർക്ക് യഥാസമയം അവരുടെ പൈസ തിരികെ കൊടുക്കാനുള്ള സംവിധാനമാണ് ഭരണ സമിതി സ്വീകരിക്കേണ്ടത്. പലപ്പോഴും നിക്ഷേപങ്ങൾ തിരികെ കിട്ടാൻ ഇടയില്ലാത്ത വിധമുള്ള നിക്ഷേപങ്ങളാണ്, ഈ വായ്പകളാണ് ഈ സൊസൈറ്റിയിൽ നിന്നും കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നോട്ടീസ് കൊടുത്താലും നടപടിയായിട്ട് പോയി കഴിഞ്ഞാലും പണം ഒരിക്കലും ഈടാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വായ്പയായിട്ട് തന്നെ നിലനിൽക്കുകയും ബാങ്കിൻ്റെ പ്രവർത്തനത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിക്ഷേപത്തുക ചോദിച്ചെത്തുന്നവരോട് 2,000 രൂപ മുതൽ 5,000 രൂപ വരെയുള്ള തുകകൾ മാത്രം കൊടുത്ത് അവധി പറഞ്ഞുവിടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പറയുന്ന അവധിക്കും പണം കൊടുക്കാതായതോടെ ദൈനംദിനം നിക്ഷേപകർ ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പണം ചോദിച്ചെത്തിയ സ്ത്രീ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ ഇവരുടെ പണം ബാങ്ക് അധികൃതർ തിരികെ നൽകിയതായും വിവരമുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതിയുമായി നേരിട്ട് രംഗത്ത് വരാതിരുന്ന പലരും ഇപ്പോൾ പണം ലഭിക്കുന്നില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു കബളിപ്പിക്കുകയാണെന്നും പൊതുസമൂഹത്തോട് പറഞ്ഞു തുടങ്ങി. 6 ലക്ഷം രൂപ നിക്ഷേപിച്ച മന്നാത്തറ സ്വദേശി ഓലിക്കാമുറിയിൽ ജോയി ജോൺ എന്ന കർഷകന് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും 1 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. മകളുടെ വിവാഹ ആവശ്യത്തിന് പണം നിക്ഷേപിച്ച തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ജോയി ജോൺ പറയുന്നു. എനിക്ക് ഈ സഹകരണ ബാങ്കിൽ നിന്ന് തോപ്രാംകുടി സഹകരണ ബാങ്കിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. അതിൽ പല പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങി നടന്ന് 1 ലക്ഷം രൂപ അവർ തന്നിട്ടുണ്ട്. എൻ്റെ വീതം വിറ്റ് കാശുകൂട്ടായിരുന്നു ഈ ബാങ്കിൽ ഇട്ടിരുന്നത്. ആ കാശിൽ എൻ്റെ മോളുടെ കല്യാണം ഡിസംബറിൽ നടക്കുക. അതിന് മുമ്പ് കാശ് കിട്ടാനായിട്ട് ഞാൻ പല പ്രാവശ്യം ഇവരെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഇവർ ഇതുവരെ തന്നിട്ടില്ല. 2 കൊല്ലത്തെ കാലാവധി കിട്ടിയിരുന്നതാണ്, അവധിയും കഴിഞ്ഞ് കിടക്കുന്ന, ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 30 വർഷമായി ബാങ്കിൽ ഒരിടപാടുമില്ലാതിരുന്ന തോപ്രാംകുടി ദൈവമേട് സ്വദേശി ശശി പാപ്പൻ എന്നയാൾക്ക് 14 ലക്ഷം രൂപ വായ്പാ കുടിശ്ശിക അടയ്ക്കണമെന്ന് ജപ്തി നോട്ടീസ് വന്നത് മാസങ്ങൾക്ക് മുമ്പ് വിവാദമായിരുന്നു. വാർത്ത പുറത്തായതോടെ ബാങ്ക് അധികൃതർ ഇടപെട്ട വ്യാജ വായ്പയിലെ തുക തിരിച്ചടച്ചതും വലിയ ചർച്ചയായി മാറി. ഭരണസമിതി അംഗങ്ങൾ ബിനാമി പേരുകളിൽ എടുത്ത കോടിക്കണക്കിന് വായ്പാ തുകകൾ ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ആകെയുള്ള നിക്ഷേപത്തിലും ഇരട്ടി ഇത്തരത്തിൽ വായ്പ നൽകിയതാണ് ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആരോപണം. നിക്ഷേപകരുടെ പണം നൽകാതെ നൂറുകണക്കിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ബാങ്കിന്റെ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുമെന്ന് പൊതുപ്രവർത്തകനായ ബിജുമോൻ പറഞ്ഞു. കാരണക്കാരായ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. ഈ പണം എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പൊതുജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇത് എപ്പോൾ ചെന്നാലും അവരിങ്ങനെ ഭരണസമിതി അംഗങ്ങൾ അവിടെ കാണാനില്ല. 1-2 സ്റ്റാഫുകൾ മാത്രമേ അവിടെയുള്ളൂ. ഇവര് ആളുകളോടെല്ലാം ഇങ്ങനെ കരഞ്ഞു നിരോധിച്ച് അവരെ അവിടുത്തെ സ്റ്റാഫുകളിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പെട്രോളുമായി ഒരു സഹോദരി അവിടെ കടന്നു വന്നു. അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല. മറ്റൊരു പാർട്ടികളിലുള്ള ഒരു ചേച്ചിക്ക് 3 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നു. പപ്പടം കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അവർക്ക് കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല. ഇങ്ങനെ നിരവധി ആളുകൾക്ക്, എൻ്റെ വാർഡിൽ ഉൾപ്പെടെ പല ആളുകൾക്കും പണം കൊടുക്കാറുണ്ട്. ഈ പണം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം.
ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും ഗവൺമെന്റ് ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സാധാരണക്കാരായ പാവങ്ങൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിക്ഷേപ തുകകൾക്കും ബിനാമി വായ്പാ തട്ടിപ്പുകൾക്കും പുറമെ ധൂർത്തും അഴിമതിയും ഉൾപ്പെട്ട വൻ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ബാങ്കിൽ നിന്ന് ഇനിയും പുറത്തുവരാനുള്ളത്. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിന് നേരെ പുലിയുടെ ആക്രമണം. കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ 10ഓളം കാലികളെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ്. കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലയങ്ങൾക്ക് തൊട്ടരികിലെ തേയിലത്തോട്ടത്തിന് സമീപം തന്നെ പശുവിന്റെ ജഡം കണ്ടെത്തുകയായിരുന്നുവെന്ന് സ്റ്റീഫൻ പറഞ്ഞു. ഈ പശുവിനെ വളർത്താൻ എൻ്റെ ജീവിതം നടക്കണം. ഈ ഒരാളുടെ ഈ കമ്പനി പണി ചെയ്ത് എൻ്റെ ജീവിതം ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഈ പശുക്കളൊക്കെ വളർക്കണം. ഈ മേലും ഫോറസ്റ്റുകാർ ഇങ്ങനെ കൊണ്ട് പോപ്പുള്ളിനെ കൊണ്ട് കടവനെ കൊണ്ട് ഇവിടെ എൻ്റെ ജീവിതം അങ്ങനെയാണ്. എന്നാലും ഫോറസ്റ്റുകാർ എന്തെങ്കിലും ഇതുകൊണ്ട് നടപടിയെടുക്കും. ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ 10ഓളം കാലികളെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. இந்த மாதிரி என் மாடை புலி வச்சிருச்சுன்னு சொல்லி வாச்சரை கூப்பிட்டு வந்தாங்க. கூப்பிட்டு வந்து நான் பார்த்த உடனே 3 எண்ணம் வந்திருக்கு. 3 புலி வந்திருக்கு. வந்தது பெரிய சளி. மாடை வந்து பிடிச்சோன்னா ஸ்டீவன் வந்துட்டு என்னை கூப்பிட்டு வந்து சொன்னோன்னா உடனே ஃபாரஸ்ட்டுக்கு எல்லாம் தெரியப்படுத்தி உடனே வர சொல்லி அவங்க எல்லாம் பார்த்து போஸ்ட்மார்ட்டம் பண்ண சொல்லியிருக்காங்க. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ആളുകൾ വിവരം നൽകുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തോട്ടം തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത്. ആ മാർഗം വഴി അടയുന്നുവെന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകകൃത്തിനുള്ള പുരസ്കാരം കട്ടപ്പന സ്വദേശി KC ജോർജിന്. ഇത് 2ാം തവണയാണ് ജോർജ് ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാ വസന്തം എന്ന നാടകത്തിലൂടെയാണ് KC ജോർജ് മികച്ച നാടകകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2010 കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെയും KC ജോർജ് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. സ്കൂൾ പഠനകാലത്താണ് ജോർജ് നാടകരംഗത്ത് എത്തുന്നത്. നടനായാണ് അരങ്ങേറ്റം. പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഹൈസ എന്ന അമച്വർ നാടക സമിതിക്ക് രൂപം നൽകി. ഈയിടെ അന്തരിച്ച നാടക നടൻ MC കട്ടപ്പനയാണ് നാടകത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. ഹൈസയ്ക്ക് ശേഷം നിസ്തുല, കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ്, സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകമെഴുതി. നാടകവേദിയിൽ എനിക്ക് തോന്നിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ അമേച്ചർ നാടകം എന്ന് പറഞ്ഞാൽ 2 തലത്തിലായിരുന്നു കേരളത്തിലെ നാടക സംസ്കാരം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ പ്രൊഫഷണൽ അമേച്ചർ എന്നുള്ള ആ വ്യത്യാസം വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം അമേച്ചർ നാടകത്തിൽ നേരത്തേക്ക് അമേച്ചർ നാടകകൃത്യങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു പ്രൊഫഷണൽ നാടകങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേച്ചർ നാടകങ്ങളുടെ ഒരു പുതിയ വേർഷനായിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ പ്രത്യേകിച്ച് അവതരണത്തിലും ഇതിവൃത്തങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാടകകൃത്തുക്കളും സംവിധായകരുമൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നൊരു അഭിനയത്തിൻ്റെ പാറ്റേണൊക്കെ വിട്ടിട്ട് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു അഭിനയത്തിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സംവിധായകരുമൊക്കെ കുറേ കൂടെ ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. നാടകത്തിന് ഇനിയുള്ള കാലഘട്ടത്തിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു നാടകം കുറേയും കൂടി ജനകീയമാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഒരിടയ്ക്ക് നാടകത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ശൈലികളൊക്കെ ഉണ്ട്. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ പണ്ട് നാടകം കണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നാടകങ്ങൾ കാണാത്തവരാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള നാടകങ്ങൾ കാണുമ്പോൾ വലിയ ശക്തമായ വിഷയങ്ങൾ ലളിതമായ രീതിയിൽ ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നാടക പ്രേക്ഷകർ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. 2005 ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തെത്തുന്നത്. വിവിധ ചാനലുകളിലായി 25ഓളം സീരിയലുകൾ എഴുതി. ഓച്ചിറ സരികയ്ക്ക് വേണ്ടി പറന്ന് എന്ന നാടകത്തിന്റെ രചനയിലാണ് KC ജോർജ് ഇപ്പോൾ. മികച്ച നാടകരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ KC ജോർജിന് കട്ടപ്പന ചങ്ങാതി സൗഹൃദ കൂട്ടായ്മ സ്വീകരണം നൽകി. സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ MC ബോബൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
രണ്ടാം തവണയും അവാർഡ് കട്ടപ്പനയിൽ എത്തിച്ച KC ജോർജിന് ആദ്യമായി സ്വീകരണം നൽകിയതും ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയാണ്. കട്ടപ്പനയ്ക്ക് വീണ്ടും നക്ഷത്ര ശോഭ കൊണ്ടുവന്നത് KC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KC ജോർജാണ്. സീരിയൽ രചനയുടെ തിരക്കുകൾക്കിടയിലും തന്നിലെ നാടകാവേശം ഒട്ടും ചോരാതെ നാടകവും എഴുതാൻ സമയം കണ്ടെത്തുന്നതാണ് സംസ്ഥാന തലത്തിൽ മികച്ച നാടകരചയിതാവായി KC ജോർജിനെ തിരഞ്ഞെടുക്കാൻ കാരണം. കട്ടപ്പനയുടെ സ്വന്തം KC ജോർജിന് ആദ്യമായി സ്വീകരണം ഒരുക്കിയത് കട്ടപ്പന ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയാണ്. നാടക നടനും സാംസ്കാരിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ MC ബോബൻ മൊമന്റോ നൽകി KC ജോർജിനെ ആദരിച്ചു. ഇന്നാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നുള്ള വിവരം പോലും സത്യത്തിൽ ഓർത്തിരുന്നില്ല. നാടക മത്സരം കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഇന്നാണ് അവാർഡ് പ്രഖ്യാപനം. ഉച്ചയ്ക്ക് ഔപചാരികമായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പം KC വീട്ടിലുണ്ട്. അവിടെ വെച്ചാണ് അവാർഡ് പ്രഖ്യാപനം ഉണ്ടായത്. അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് KCക്കൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിനു മുമ്പ് 2010 KCക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്ക് തന്നെ മികച്ച നാടകത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത്. അന്ന് നമ്മൾ സംഘം തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അന്നൊരു ആദരവ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ വീണ്ടും KCക്ക് ആ പുരസ്കാരം ലഭിക്കുന്നു. KC സീരിയൽ രചനയൊക്കെയായി പോയ ഒരു സമയത്ത് നാടകത്തെ ഏതാണ്ട് കൈവിട്ടോ എന്ന ഒരു ആശങ്ക നാടക പ്രേമികൾക്കും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് വലിയൊരു തിരിച്ചുവരവ് KC നടത്തുന്നത്. എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. ചടങ്ങിൽ വെച്ച് ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി. യോഗത്തിൽ ഷിബിൻ T. രാജൻ, JB ജോസഫ്, ഷിബു ഇൻസൈറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് ലഭിച്ച KC ജോർജിനെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. KC ജോർജിന്റെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ചാണ് നേതാക്കൾ ആദരവ് നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ ചന്ദ്രികാ വസന്തം എന്ന നാടകത്തിലൂടെ KC ജോർജ് മികച്ച നാടക രചയിതാവിനുള്ള അവാർഡിന് അർഹനായത്. രണ്ടാം തവണയാണ് KC ജോർജിന് മികച്ച നാടക രചയിതാവിനുള്ള അവാർഡ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് തന്നെ വലിയ അഭിമാനമാണ് അദ്ദേഹത്തിലൂടെ കൈവന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KC ജോർജിനെ ആദരിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട KC കട്ടപ്പനയ്ക്ക് വീണ്ടും അഭിമാനകരമായ നേട്ടം നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. നമ്മൾ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന നിലയിൽ പ്രിയപ്പെട്ട KC നമുക്ക് എന്നും കട്ടപ്പനയ്ക്ക് അഭിമാനമാണ്. പ്രിയപ്പെട്ട MC കട്ടപ്പനയ്ക്ക് ശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം നമുക്കൊരു സംസ്ഥാന അവാർഡ് ഇവിടെ കരസ്ഥമാക്കി തന്നു. ഒപ്പം രണ്ടാം തവണ വീണ്ടും കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ്റെ ചന്ദ്രികാ വസന്തം എന്നുള്ള നാടകത്തിലൂടെ, അതന്നെയല്ലേ പേര്, അതെ, ചന്ദ്രികാ വസന്തം എന്നുള്ള നാടകത്തിലൂടെ അദ്ദേഹം നമുക്ക് വീണ്ടും സംസ്ഥാന അവാർഡ് നേടിത്തന്നിരിക്കുകയാണ്. നമുക്ക് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ വലിയ അഭിമാനകരമായി തോന്നി. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ നാട്ടുകാരൻ വീണ്ടും വീണ്ടും വളർച്ചയുടെ പടവുകളിലേക്ക് എത്തി കയറുന്നത് നമുക്ക് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് കട്ടപ്പനക്കാർക്ക് വളരെ അഭിമാനകരമാണ്. എന്നും MC ശേഷം കട്ടപ്പനയുടെ പേര് വീണ്ടും വീണ്ടും സംസ്ഥാന തലത്തിൽ മുഴങ്ങുന്നത് നമുക്ക് അഭിമാനകരമായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആദരവും സ്നേഹവും പ്രിയപ്പെട്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബേബി, രാജൻ കാലാച്ചുറ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് 31 പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ഫെറോന SMYMന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. എക്സൈസ് ഓഫീസർ സാബുമോൻ MC പുകയില വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഫെറോന SMYMന്റെ നേതൃത്വത്തിലാണ് മെയ് 31 പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മുക്തി എന്ന പേരിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യുവജനങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. സിവിൽ എക്സൈസ് ഓഫീസർ സാബുമോൻ MC അന്താരാഷ്ട്ര പുകയില വിരുദ്ധ സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഇതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തും എന്ന് ഉഗ്രമായിട്ടുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ കുട്ടി പിറന്നു വീഴുമ്പോഴും അവൻ ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാതെ
പാസീവ് സ്മോക്കർ, ഒരാൾ പുകവലിച്ച് വിടുന്ന സ്മെല്ല് രണ്ടാമത് മറ്റൊരാൾ സ്വീകരിക്കുകയും അതിലൂടെ അയാൾക്ക് രോഗമുണ്ടാകുകയും ചെയ്യുന്ന ആളുകളെയാണ് പാസീവ് സ്മോക്കർ എന്നറിയപ്പെടുക. അപ്പോൾ നമ്മൾ എല്ലാവരും പാസീവ് സ്മോക്കറാണ്. ആരെങ്കിലും 100 മീറ്റർ ചുറ്റളവിൽ പുകവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 100 മീറ്ററിനുള്ളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പുകയിലയുടെ അംശം അയാളുടെ ലങ്സിൽ എത്തിച്ചേരുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ SMYM അംഗങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും ഏറ്റുചൊല്ലി. കട്ടപ്പന ഫെറോന SMYM ഡയറക്ടർ ഫാദർ നൂബി വെള്ളാപ്പള്ളി, കട്ടപ്പന SMYM വൈസ് പ്രസിഡന്റ് ടെസ വിനോദ്, സെന്റ് ജോർജ് ഫെറോന ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിബിൻ മണ്ണാർത്ത്, എക്സൈസ് ഓഫീസർ അബ്ദുൽ സലാം, ഫെറോന ഭാരവാഹികളായ അർപ്പിത സൂസൻ ടോം, യൂണിറ്റ് പ്രസിഡന്റ് ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന എക്സൈസ് വകുപ്പും കട്ടപ്പന ITI കോളേജും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കട്ടപ്പന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളിലും യുവജനങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗം കൂടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ എക്സൈസ് വകുപ്പ് മുഖാന്തരം വിമുക്തി പദ്ധതിക്ക് തുടക്കമിട്ടത്. വിമുക്തിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മോബും നടന്നു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം നിർവഹിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളും കോളേജുകളും ക്ലബ്ബുകളും എല്ലാം കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയും ഓരോ ജില്ലയിലും ലഹരിക്കോ മയക്കുമരുന്നുകൾക്കോ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾക്കോ അടിമയാവുന്ന കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ ചികിത്സിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഇന്ന് ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് എല്ലാ തലത്തിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയും സഹായങ്ങളും നമ്മുടെ ഈ സമൂഹത്തിന് ചെയ്യുന്നു. യോഗത്തിൽ ITI ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ചന്ദ്രൻ PD അധ്യക്ഷനായിരുന്നു. ITI കോർഡിനേറ്റർ മനോജ് മോഹൻ, എക്സൈസ് ഉദ്യോഗസ്ഥരായ രാജൻ KN, സാബുമോൻ MC, ബിജി KJ എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കൊടും വേനലിൽ കൃഷിദേഹണ്ഡങ്ങൾ നശിച്ച കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇതിന് അർഹരായ കർഷകരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയതായി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊടും വേനലിൽ വ്യാപകമായി കൃഷിദേഹണ്ഡങ്ങൾ നശിച്ച കർഷകർക്ക് ആശ്വാസമായിട്ടാണ് പുതിയ സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങിയത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ മാത്രം 200 ഹെക്ടറോളം സ്ഥലം പൂർണ്ണമായും 100 ഹെക്ടറോളം സ്ഥലം ഭാഗികമായും നശിച്ചതായാണ് വിവരം. ഇതിൽ നിലവിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്ന കൃഷികൾക്ക് മാത്രമേ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള പുതിയ സർക്കാർ ഓർഡർ ലഭിക്കാത്തതിനാൽ മറ്റു കർഷകർക്ക് യാതൊരുവിധ ആനുകൂല്യവും ലഭിച്ചിരുന്നില്ല. എന്നാൽ കൃഷിദേഹണ്ഡങ്ങൾ നശിച്ച മുഴുവൻ കർഷകർക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ സർക്കാരിൽ നിന്നും ഉത്തരവിറങ്ങിയതായും കാർഷിക വിളകൾ നശിച്ച കർഷകർ കൃഷിഭവനിലും ഓൺലൈനായും അപേക്ഷ നൽകണമെന്നും കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പറഞ്ഞു. നമ്മുടെ കൃഷിഭവന്റെ പരിധിയിൽ 200 ഹെക്ടറോളം ഏലകൃഷിയാണ് നശിച്ചിട്ടുള്ളത്. 200 ഹെക്ടറോളം പൂർണ്ണമായിട്ടും 100 ഹെക്ടറോളം ഭാഗികമായിട്ടും നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുവരെ നമുക്ക് അപേക്ഷ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് പുതിയ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്ന്. ഉഷ്ണതരംഗം എന്ന ഹീറ്റ് വേവ് എന്ന കാറ്റഗറിയിൽ നമുക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ. ഇപ്പോൾ എയിംസ് പോർട്ടലിലാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ പാട്ടം ആണ് ചെയ്യുന്നതെങ്കിൽ പാട്ടക്കരാറിൻ്റെ കോപ്പിയും ഉടമ്പടിയുടെ രേഖയും കൃഷി ഉടമയുടെ തന്നാണ്ട് കരമടച്ച രസീതുമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് എയിംസ് പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ ഫീൽഡ് സന്ദർശിച്ച് വെരിഫൈ ചെയ്ത ശേഷം അപേക്ഷ അംഗീകരിച്ച് ചെയ്യും. അല്ല, ഇൻഷുറൻസ് ഇല്ല. ഇത് നമ്മൾ നാച്ചുറൽ കലാമിറ്റി എന്ന ഇതിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാച്ചുറൽ കലാമിറ്റി ആകുമ്പോൾ ഇൻഷുറൻസ് ആവശ്യമില്ല. എല്ലാ കർഷകർക്കും ഇത് ചെയ്യാം. ജൂൺ 30 വരെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. കൂടാതെ അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൃഷിദേഹണ്ഡങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് ഏലത്തിനാണ്. 1 ഹെക്ടറിന് 25,000 രൂപ വരെയാണ് ധനസഹായമായി ലഭിക്കുന്നത്. ജൂൺ 30 വരെ അപേക്ഷകൾ കൃഷിഭവനുകളിൽ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
ഗോത്രജനതയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഇല ഷോപ്പുമായി വനം വകുപ്പ്. മറയൂരിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. മേഖലയിലെ ഗോത്ര സമൂഹത്തിന് ഗുണകരമായിരിക്കുകയാണ് ഇല. പലചരക്ക് സാധനങ്ങൾ മുതൽ സ്റ്റേഷനറി ഐറ്റംസ് വരെ ഇലയിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാമുണ്ട്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ മറയൂരിലെ ഗോത്ര സമൂഹത്തിന് സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് വനം വകുപ്പ്. നമ്മുടെ മറയൂർ സാൻഡൽ ഡിവിഷന്റെ കീഴിൽ പെരിയകുടി BSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റോറാണ് ഇല പ്രൊഫഷണൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മറയൂരിലെ വനാശ്രിത സമൂഹങ്ങൾക്കും മറയൂരിലെ തദ്ദേശവാസികൾക്കും വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏതൊരു ഉൽപ്പന്നവും ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ഏറ്റവും വില കുറച്ച് എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നോട്ട്ബുക്കും ബാഗും കുടയും അടക്കം സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇടനിലക്കാരില്ലാതെ വാങ്ങാമെന്നതും ഇലയുടെ പ്രത്യേകതയാണ്. ഗോത്രജനതയ്ക്കൊപ്പം മറ്റു മറയൂർ നിവാസികളും ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ട്. തദ്ദേശവാസികളായ 5 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് തൊഴിൽ കൂടിയാണ് ഇല പദ്ധതിയിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. കോൺട്രാക്ടറുടെ അലംഭാവം മൂലം റോഡ് തകർന്ന് കാൽനട യാത്ര പോലും തടസ്സപ്പെടുന്നതായി പരാതി. പുഷ്പഗിരി MK പടി റോഡാണ് തകർന്നു കിടക്കുന്നത്. പുഷ്പഗിരി MK പടി റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം കലുങ്ക് നിർമ്മാണത്തിനായി ഒഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഒഴുകിപ്പോയത്. റോഡിന്റെ 1/4 ഭാഗം മാത്രം ശേഷിക്കുന്ന ഇതിലെ ഭാരമുള്ള വാഹനങ്ങൾ കയറിയാൽ ബാക്കി മൺതിട്ട കൂടി ഇടിയാനും സാധ്യതയുണ്ട്. 2 മാസം മുമ്പ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും കരാറുകാർ കലുങ്ക് നിർമ്മാണം വൈകിപ്പിക്കുകയായിരുന്നു. വരാൻ പോകുന്ന കാലവർഷ മഴയിൽ വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്ന സ്ഥലമായതിനാൽ ബാക്കി ഭാഗവും കൂടി ഒഴുകിപ്പോയി റോഡ് തകരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുഷ്പഗിരിയിൽ നിന്ന് MK പടിക്കുള്ള റോഡിൻ്റെ നടഭാഗത്തായിട്ടുള്ള കലുങ്ക് പണിയാനായിട്ട് മണ്ണെടുത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണികളെല്ലാം മൺപണികൾ കുറേ തീർത്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ടാറിങ് പാച്ച് വർക്കായിട്ടുള്ള ടാറിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കലുങ്കിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല. തുടക്കം മാത്രം ചെയ്തിട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മഴയിൽ തന്നെ ഈ കാലവർഷത്തിൻ്റെ കെടുതിയിൽ ഭയങ്കരമായിട്ടുള്ള 2 കിലോമീറ്റർ അകലിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിലേ വന്ന് ഈ ഭാഗത്തൂടെയാണ് കുത്തി താഴോട്ട് പോകുന്നത്. അപ്പം ഇതിന് ഇപ്പോൾ തന്നെ മണ്ണ് വെച്ച് പറമ്പിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ 2ആയിട്ട് മുറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന മഴയാണെങ്കിലും കാലവർഷം കൂടുതലായിരിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മഴ വന്നു കഴിയുമ്പോഴത്തേനും ഈ റോഡ് തന്നെ 2ആയിട്ട് മുറിഞ്ഞ് ഗതാഗതയോഗ്യം അല്ലാതെയായി തീരാനുള്ള സാഹചര്യത്തിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. അടിയന്തരമായിട്ട് ഇതിനകത്ത് അധികാരികളുടെ ശ്രദ്ധ പതിയുകയും ഇതിൻ്റെ ബാക്കി പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രായമായവരും രോഗികളും അധികമുള്ള MK പടിയിലെ ജനങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന റോഡായതിനാൽ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിലെ ഓട നിർമ്മാണം വൈകുന്നതായി പരാതി. മഴ ആരംഭിച്ചതോടെ നിർമ്മാണം വൈകുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതായി വ്യാപാരികൾ പറഞ്ഞു. മലയോര ഹൈവേ കടന്നുപോകുന്ന അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിലാണ് ഓട നിർമ്മാണം വൈകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. മാട്ടുക്കട്ട ടൗണിൽ റോഡിന്റെ വീതിയും ഉയരവും വേണ്ടത്ര ധാരണയില്ലാതെ കൂട്ടിയതിനാൽ മഴ പെയ്യുമ്പോൾ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതായാണ് വ്യാപാരികൾ പറയുന്നത്. കൂടാതെ ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണ് മാറ്റിയെങ്കിലും നിർമ്മാണം മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു. മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് മാട്ടുക്കട്ട ടൗണിൽ ഏകദേശം 1.5 മീറ്ററോളം ഹൈറ്റിലാണ് റോഡ് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മാട്ടുക്കട്ട ടൗണിലുള്ള ഏകദേശം 95% കടകൾക്കുള്ളിലേക്കും മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഇവിടെ അക്ഷയ സെൻറ്റർ, മാട്ടുക്കട്ട യൂണിയൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ ഏരിയയിൽ ഇപ്പം വെള്ളം പോകുന്നതിന് വേണ്ടി ചാല് കീറിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആഴ്ചകളായി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഒരു തകിട് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പ്രായമായവരും മറ്റുമൊക്കെ ഇവിടെ വരുമ്പോൾ പലരും തെന്നി വീഴുന്നൊരവസ്ഥയാണ്. എത്രയും വേഗം ഇതിൻ്റെ കൂടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കിക്കൊണ്ട് മാട്ടുക്കട്ട ടൗണിലെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ വ്യാപാരികൾ എന്ന നിലയിൽ പറയാനുള്ളത്. അക്ഷയ സെന്റർ, യൂണിയൻ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഇതോടെ കടന്നു പോകാൻ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ്
നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ ഇട്ടുപോകാനുള്ള കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കരാറുകാർ നൽകുന്ന വിശദീകരണം. 41 വർഷത്തെ പോസ്റ്റ് ഓഫീസ് സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജി സുനിലിന് യാത്രയയപ്പ് നൽകി. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് മാസ്റ്ററായിരുന്ന സുനിൽ ജിയാണ് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ 40ഓളം വർഷമായി ഇടുക്കി ജില്ലയിലും തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലും ജോലി ചെയ്തതിനു ശേഷമാണ് വിരമിക്കുന്നത്. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ സജി എസ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുമിളി പോസ്റ്റ് ഓഫീസിൽ ആണ് സാറിൻ്റെ ആദ്യത്തെ കാൽവെപ്പ്. അവിടെ നിന്നുകൊണ്ട് തന്നെ പല സബ് ഓഫീസുകളിലും അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുമിളി, പീരുമേട്, വണ്ടിപ്പെരിയാറ്, വണ്ടൻമേട് മേഖലകളിൽ പുലിയോടും ആനകളോടും മല്ലിട്ട് സാറ് രാത്രി പകലെന്നില്ലാതെ പല ഓഫീസുകളിലും ഓടി നടന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനു വേണ്ടി സാറ് വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ്. ഇടുക്കി ഡിവിഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുമിളി, നെടുങ്കണ്ടം, കട്ടപ്പന എന്ന പോസ്റ്റ് ഓഫീസുകളിൽ സാറ് വർക്ക് ചെയ്യുകയും നേരത്തെ നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട്, അതായത് മൗസിൽ തൂങ്ങി നിൽക്കുന്ന കാലത്ത് സാറ് ഇടുക്കി ഡിവിഷനിലെ ആൾക്കാരെ എന്താണ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എന്താണ് മൗസ്, എന്താണ് ഒരു മോണിറ്റർ, എന്താണ് കർസർ, നമ്മൾ കുന്തം എന്ന് വിളിക്കുന്ന കർസറൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് സുനിൽ സാർ. സുനിൽ സാർ വെട്ടിയ പാതയിലൂടെയാണ് നമ്മൾ പല ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ ഉള്ള പല ആൾക്കാരും നടന്ന് ഇപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത്. പത്ത് വർഷത്തിലധികം ഇടുക്കി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ്, പോസ്റ്റൽ ട്രെയിനിംഗ് സെന്റർ അധ്യാപകൻ, പീരുമേട്, മൂന്നാർ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ, നെടുങ്കണ്ടം, കുമിളി, തൃശൂർ, കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് ജി സുനിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ചടങ്ങിൽ സഹപ്രവർത്തകർ ഉപഹാരങ്ങൾ നൽകി. അഖിലേന്ത്യാ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകളും സുനിൽ വഹിച്ചിട്ടുണ്ട്. മനോജ് പി ഉണ്ണിത്താൻ, തോമസ് ജോൺ, ടി ഡി ജോസ്, രാജേഷ് CR, അച്ഛൻ കുഞ്ഞ്, അഖിൽ PS, രാഖി രാജൻ, സൂര്യകുമാർ, തോമസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ആലടിയിൽ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ച പ്ലാത്തറയിൽ അനിറ്റ ഷിജോയെ HRPE യൂണിയൻ അനുമോദിച്ചു. യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീക് തോമസ് മൊമന്റോ കൈമാറി. ചപ്പാത്ത് മലബാർ അഗ്രികൾച്ചറൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്ലാത്തറയിൽ ഷിജോ, സുനി ദമ്പതികളുടെ മകളാണ് അനീറ്റ. കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അനീറ്റയെ HRPE യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീക് തോമസ് മൊമന്റോ നൽകി അനീറ്റയെ അനുമോദിച്ചു. എല്ലാ വിഷയത്തിനും A+ നേടിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവളെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അനുമോദിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം കടമയാണ്. നമ്മൾ പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് ഇനിയും കൂടുതൽ ഉന്നതത്തിലേക്ക് അനിറ്റ മോക്ക് മുന്നേറാനായിട്ട് കഴിയുന്നത്. പരിപാടിയിൽ യൂണിയൻ ചെയർമാൻ ഇൻചാർജ് ഷാജി P. ജോസഫ് അധ്യക്ഷനായിരുന്നു. യൂണിയനിലെ നിരവധി തൊഴിലാളികളും ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. കാമാക്ഷി പള്ളിപ്പടി ഇടിഞ്ഞമല റോഡ് വക്കിൽ മത്സ്യമാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി പരാതി. ഇടിഞ്ഞമല നാറാണത്ത് രാജുവിന്റെ പറമ്പിലേക്കാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളിയത്. രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതെന്നാണ് നിഗമനം. അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പറമ്പിലേക്ക് ആരോ മാലിന്യം തള്ളിയതായി രാജു കണ്ടെത്തിയത്. പച്ചമീൻ കിടക്കാരുടെ വേസ്റ്റ്, തലയും അതിൻ്റെ ഉടലും മറ്റു കേസും മീനും അഴുകിയ മീനുകളും എല്ലാം കൂടെ ഇന്നലെ രാത്രി കൊണ്ട് തട്ടിയ ഒരു ഇതുണ്ട്. നേരം വെളുപ്പിന് കാമാക്ഷിക്ക് ഞാൻ പോയപ്പം അസഹ്യമായ മണം വന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ പറമ്പിലേക്ക് ഈ ഒരു 19 കിലോയ്ക്കുള്ള വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. പച്ചമീൻ കിടക്കാരുടെയാണെന്ന് തോന്നുന്നു. തലയും അതിൻ്റെ നന്നാക്കിയതിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ട്. അതുപോലെ കുറേ മീനും ഉണ്ട്, കേടായ മീനുകളും ഉണ്ട്. ഇത് നിരന്തര ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. പള്ളിപ്പടി ഇടിഞ്ഞമല റോഡ് സൈഡിൽ സാമൂഹിക വിരുദ്ധർ നിരന്തരം ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതായും ആരോപണമുണ്ട്.
സംഭവത്തിൽ പരാതി നൽകിയാൽ പരാതിക്കാരന് തന്നെ വിനയാകുന്ന പ്രവർത്തികളാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ പള്ളിപ്പടി ഇടിഞ്ഞമല റോഡിൻ്റെ ഈ വശങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് സ്ഥിരമായിട്ട് ഇതൊരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുക. ഇതൊരു ഒരു ദിവസം അല്ലെങ്കിൽ പല ദിവസങ്ങളിൽ ഒറ്റ ദിവസങ്ങളിൽ സംഭവിക്കുന്നതല്ല, പല ദിവസങ്ങളിലും എന്നും തന്നെ ഇവിടെ ഇങ്ങനെ മീൻകടയുടെ വേസ്റ്റുകൾ, ഹോട്ടൽ വേസ്റ്റുകൾ, ഞങ്ങളുടെ വേസ്റ്റുകളുണ്ട്. ഇത് 2 പഞ്ചായത്തിൻ്റെ അതിർത്തി ആയതുകൊണ്ട് നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്തുകാരോ അവരൊരു നടപടി എടുത്തു വെക്കാനോ മുന്നോട്ട് വരുന്നില്ല. പല സംഭവങ്ങളും ഇവിടെ പിടിക്കപ്പെട്ടിട്ടും ഒതുക്കി തീർക്കുകയും ചെയ്യുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും വേസ്റ്റുകൾ ഇടുക. ഇത് നാട്ടുകാർക്കൊരു പൊതുശല്യമായി മാറുക. അത് തന്നെയല്ല, ആ കൂടെ തന്നെ ഇത് നമ്മളിപ്പോൾ പഞ്ചായത്തിൽ അറിയിക്കുന്നവർക്കെതിരെ അറിയിക്കുകയും അല്ലെങ്കിൽ ഇത് ഇപ്പം മണ്ണിട്ട് മൂടുകയും ഭയങ്കര ദുർഗന്ധമില്ല, വഴി യാത്രക്കാർക്ക് പോലും പോകാത്ത രീതിയിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് മണ്ണിട്ട് മൂടുക എന്തെങ്കിലും ചെയ്താൽ ആ വീട്ടുകാർക്കെതിരെ നടപടി എടുക്കുമെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഉണ്ടായത്. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി വിലക്കിക്കൊണ്ടുള്ള ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ട ഭാവം മാലിന്യം തള്ളുന്നവർക്കില്ല. നിരന്തരമുണ്ടാകുന്ന സാമൂഹിക വിരുദ്ധ ശല്യത്തിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. PSC പരീക്ഷയിൽ റാങ്ക് ലഭിച്ച സന്തോഷത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആശംസ അറിയിച്ചു വെച്ച ഫ്ലെക്സ് ബോർഡ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നു. കട്ടപ്പന വെള്ളിയാങ്കുടി സ്വദേശി കാലാച്ചിറിയിൽ വിനു വിജയനാണ് ഭാര്യ അനിലയ്ക്ക് ആശംസ അറിയിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഭർത്താവിന്റെ അഭിനന്ദനങ്ങൾ എന്നെഴുതിയ ബോർഡ് ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. PSC നടത്തിയ HST പരീക്ഷയിലാണ് കട്ടപ്പന വെള്ളിയാങ്കുടി സ്വദേശിനിയായ കാലാച്ചിറിയിൽ അനില വിനുവിന് 3ാം റാങ്ക് ലഭിച്ചത്. ഹിന്ദി പ്രധാന വിഷയമായി എടുത്താണ് അനില പരീക്ഷയ്ക്കായി ഒരുങ്ങിയത്. 2 ദിവസം മുമ്പാണ് ഫലം വന്നത്. റാങ്ക് ലഭിച്ചെന്നറിഞ്ഞതോടെ വിനു അനിലയ്ക്ക് ആശംസ നേർന്ന് 2 ഫ്ലെക്സ് വെള്ളയാങ്കുടിയിൽ സ്ഥാപിച്ചു. ഇതിനിടെ വിനുവിന്റെ സഹോദരൻ ആശംസാ ബോർഡിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആശംസാ ബോർഡ് വൈറലായതിനു പിന്നാലെ ഇരുവർക്കും ആശംസകൾ അറിയിച്ചുള്ള ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ഭാര്യയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി വിനു പറയുന്നത് ഇങ്ങനെ. എനിക്ക് 2019 ഗവൺമെൻറ് ജോലി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ഒരു ഫ്ലെക്സ് ആരെങ്കിലും ഒന്ന് വെച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാര്യം ഒത്തിരി പേർക്ക് A+ കിട്ടുമ്പോഴും മറ്റുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അന്ന് ആ സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിലെന്ന് എൻ്റെ കൂടെ എനിക്ക് 31ാം റാങ്കായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പം എൻ്റെ വൈഫ് ഇതുപോലെ കഷ്ടപ്പെട്ട് 3ാം റാങ്ക് എത്തിയപ്പോഴത്തേക്കും അവർക്കൊരു ഫ്ലെക്സ് എൻ്റെ ഒരു ആഗ്രഹം അവളിലൂടെ സാധിക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഫ്ലെക്സ് വെച്ചത്. ലഭിച്ച അംഗീകാരത്തിനും ആശംസകൾക്കും അപ്പുറം അനിലയ്ക്ക് പറയാനുണ്ടായിരുന്നത് തന്റെ കഠിനാധ്വാനത്തിന്റെ കഥയാണ്. പഠിക്കാൻ ഒട്ടും അവസരം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ എടുക്കുമ്പോഴേക്കും തീരെ കുഞ്ഞായിരുന്നു, 6 മാസമായിട്ടുള്ളൂ. അവൾ ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ രാത്രിയായിരുന്നു കൂടുതലും പഠിക്കുന്നത്. പകൽ അവൾ ഉറങ്ങുമ്പോൾ കൂടെ തന്നെ ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ നല്ല ക്ഷീണമായി പോകും. രാത്രി ഒരു 12 മണി തൊട്ട് 3 മണി 4 മണി വരെയൊക്കെ എപ്പോൾ ഉറക്കം വരുന്നോ അതുവരെ ഇത്ര ഭാഗം പഠിച്ചു തീർക്കണമെന്നുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. എനിക്ക് സാധിക്കുന്ന അത്രയും കവർ ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റാങ്കിനനുസരിച്ച് ആയിരിക്കും നിയമനം വരുന്നത്. 3ാം റാങ്ക് ആയതുകൊണ്ട് തന്നെ ആദ്യ ഡേയ്സിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് MA ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പം ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണേലും പഠിക്കാമല്ലോ. അപ്പോൾ MA ചെയ്യണം, സെറ്റ് എഴുതണം, അങ്ങനെ PhD ചെയ്യണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. വിനുവിനും അനിലയ്ക്കും 2 മക്കളാണുള്ളത്. അമ്മയുടെയും അമ്മാവിന്റെയും അകമഴിഞ്ഞ പിന്തുണയായിരുന്നു പരീക്ഷയ്ക്കായുള്ള അനിലയുടെ ഒരുക്കങ്ങൾ. റാങ്ക് ഉള്ളതിനാൽ ആദ്യ വിജ്ഞാപനത്തിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിലയും കുടുംബവും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹിഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 51,088, വിൽപ്പന നടന്നത് 48,532, കൂടിയ വില 2,760, ശരാശരി വില 2,243. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 620 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 150, റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണം ഗ്രാമിന് 6,670 രൂപ, വെള്ളി 95. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ അദീല അബ്ദുള്ള വിലയിരുത്തി. ഇലക്ടറൽ ഓഫീസർ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തിയത് ജില്ലയിലെ ഏക വോട്ടെണ്ണൽ കേന്ദ്രമായ ഏകലവ്യ MRS സ്കൂളിലെത്തി. കോൺഗ്രസ് ഗുണ്ടകൾ വകവരുത്തിയ CPM പ്രവർത്തകനായ അയ്യപ്പദാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ആരെയും പാർട്ടി വെറുതെ വിട്ടിട്ടില്ലെന്ന് ഉടുമ്പൻചോല MLA M. മണി. അടിച്ചതിന് തിരിച്ചടിച്ചു തന്നെയാണ് ഇടുക്കിയിൽ പാർട്ടി വളർന്നിട്ടുള്ളതെന്നും M. മണി. ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ചാ ബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ. തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുകയും പലിശയും തിരികെ നൽകുന്നില്ലെന്ന് പരാതി. കുട്ടികളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ കിട്ടാതായതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.